എല്ലാവർക്കും നമസ്കാരം. ഒരു കുറത്തിപ്പാട്ട് നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് 1 2 3 4 1 2 3 4. ഇതിൻ്റെ കൈയും കാലും ഒക്കെ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഞൊടിക്കുമ്പോൾ ഈ കൈവെള്ള പുറത്തേക്കായിട്ട് വരണം. അതായത് പലരും ഇങ്ങനെ പിടിക്കും, ഇങ്ങനെയല്ല, തിരിച്ച് ഇങ്ങനെ തന്നെ വരണം. ഒന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. കൈവെള്ള ഇങ്ങനെ വരും, കാണാല്ലേ? അതായത് കൈവെള്ള പുറത്തേക്കായിട്ട് വേണം വരാൻ. ഓക്കെ, എന്നിട്ട് അപ്പം ഞൊടിച്ചു ആ ചവിട്ടി. എന്നിട്ട് ഇപ്പോൾ കണ്ടപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആണ്, എത്രയാണ് നമ്മുടെ ഹൈറ്റ് അത്രയും ഹൈറ്റിൽ നിന്നു. എന്നിട്ട് 2 സ്റ്റെപ്പിന് താഴും. ആ താഴ്ന്നോടുകൂടി കൈയും പോയി. ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ കളിക്കുന്ന സ്റ്റെപ്പില്ലേ, അതേ കാലാണ് കണ്ടോ. കാലിന് ശരിക്കും മാറ്റില്ല, താഴ്ന്നതിന് മാത്രമേ മാറ്റുള്ളൂ. പിന്നെ കുറത്തിപ്പാട്ടിൻ്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ. ഇതൊന്നും നമ്മൾ പദത്തിലൊന്നും യൂസ് ചെയ്യില്ല. ഇങ്ങനത്തെ സ്റ്റെപ്പൊന്നും പദത്തിൽ വരില്ല, കുറവായിരിക്കും. അപ്പോൾ 1 2 3 4 1 2 3 4 ഇങ്ങനെ കൂടെ അങ്ങ് കൂട്ടണം. 3 4 1. ഈ കാല് തമ്മിൽ ഒരു 1.5 അടി ഇവിടെ ചേർത്ത് ചവിട്ടിയിട്ട് ഒരു 1.5 അടി ഗ്യാപ്പിൽ വെച്ചു. അത്രയും ഗ്യാപ്പ് 3 സ്റ്റെപ്പിനും വേണം. അത് കഴിഞ്ഞാൽ പിന്നെ 1 2. ഇതിന് രണ്ടിനും നമ്മൾ താഴ്ന്നില്ല, പക്ഷെ ഒരു സ്പ്രിങ് ആക്ഷൻ വേണമെങ്കിൽ വരുത്താം. മുട്ട് ഇങ്ങനെ നിൽക്കല്ലാണ്ട് 1. ഇനി ഈ രണ്ടാമത്തെ കൊട്ടെടുക്കില്ലേ, രണ്ടാമത്തെ കൊട്ടെടുക്കുന്നതോടുകൂടി കൈ ഒന്ന് പൊക്കും. 1 2 ഇവിടെ എത്തി 2. അല്ലാണ്ട് പിന്നത്തെ കൈയിനല്ല. ഈ 1 2 1 2 3 കളിക്കൂ. 1 2 1 2 3. അപ്പോൾ ഈ 2 3 നമ്മൾ വട്ടത്തുനിന്ന് പുറത്തിറങ്ങിയത് കണ്ടോ. അങ്ങനെ ഇറങ്ങരുത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 2 ഈ 1 1/2 അടി ഫ്രണ്ടിലേക്ക് കയറ്റി വയ്ക്കും. ഓക്കെ, മനസ്സിലായി. ഇനി ഒന്ന് കളിച്ചു നോക്ക്. 1 2 1 2 3. ഈ 2 3 ഒരു ലൈനിൽ വരും. തിരിച്ചും 1 2 1 2 3. ഇത് എങ്ങനെയാകുമ്പോഴാണ് തെറ്റെന്നും കൂടി പറയാം. 1 2 1 2 3 ഇങ്ങനെ ആവരുത്. മനസ്സിലായോ വ്യത്യാസം? മനസ്സിലായി. അത് ഇവിടേക്ക് ഇറക്കി വയ്ക്കണം. കളി 1 2 3 1 2 1 2 3. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേര് പെയറായിട്ട് കളിക്കും. ഒന്ന് ചേർന്ന് നിന്നോളൂ കുറച്ചുകൂടി. എന്നിട്ട് ഈ കൈ ഇങ്ങനെ സമത്തിലടി വരും. 1 സമത്തിൽ 1. എന്നിട്ട് അത് നീട്ടി വെച്ചു, വീണ്ടും സമത്തിലടിച്ചു. പിന്നെ ആ മൂന്നാമത് അടിക്കുമ്പോഴേക്കും തന്നെ ചേർത്തങ്ങ് പിടിക്കണം. അതിൻ്റെ ഹൈറ്റും ഈ ഒരു ഹൈറ്റും വരും. അപ്പോൾ ആദ്യം എടുക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ വേണ്ട, മൂന്നാമതാകുമ്പോഴേക്കും കിട്ടണം കൈ. ഒന്നുകൂടെ കേട്ടോ, ആദ്യം തൊട്ടിട്ട് എടുത്തിട്ട് വരാം. 3 4 1 2 3 4 5 6 7. അവിടെ തന്നെ ഇതും മനസ്സിലായില്ല. കൈ എങ്ങനെ എടുത്തോ. 1 2 3. ഇനി നമ്മൾ ഈ സൈഡിലേക്ക് ചവിട്ടിയതിന് പകരം ഇതേ കാലെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വെക്കണം. അപ്പോൾ നീ നിന്റെ ലെഫ്റ്റിൽ കൂടെ, രണ്ടുപേരും അവനവൻ്റെ ലെഫ്റ്റിൽ കൂടെ അങ്ങ് മാറിപ്പോകും. കയ്യപ്പം ഇങ്ങനെ ആയിരിക്കണം. മൂന്നാമത്തേന് ഇങ്ങനെ വരും. എന്നിട്ട് ഒന്നുകൂടി എടുക്കാം. 1 2 3 4 5 6. ഇപ്പോൾ ഇവിടെ എത്തിയില്ലേ? അപ്പോൾ ഇവിടുന്ന് മറ്റേ പേരിൻ്റെ കൂടെ അവിടെ അടിക്കും. എന്നിട്ട് അടിച്ചിട്ട് ഇതിപ്പോൾ 7 8ന് തിരിയും. ഇങ്ങനെ നിങ്ങൾ തന്നെ തിരിയും. അപ്പോൾ കൈ വിടുക. എന്നിട്ട് ഇതേ സ്റ്റെപ്പ് തിരിച്ചും 1 2 3 4 5 6 7. ഇനി അവിടെ തന്നെ നിന്നാൽ മതി. ഇങ്ങോട്ട് കടന്നു ആ സ്റ്റെപ്പ് അവസാനിച്ചു. അപ്പോൾ കണ്ടോ, ഈ കൈ താഴെയും ഈ കൈ മുകളിലുമായിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ നമ്മൾ സർക്കിളായിട്ട് ഇങ്ങനെ പോവും വട്ടത്തിൽ. ഓക്കെ, അപ്പോൾ അത് ഇവിടുന്ന് അടിച്ചിട്ട് ഇങ്ങനെ വിട്ട് നിന്നാൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പ് 1 2 1 2 1 2 1 2. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലൊന്നും നമ്മൾ ഇവിടെ 1 കൊട്ടുമ്പോൾ താഴണ്ട. പക്ഷേ
അടുത്തേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ചെരിഞ്ഞ് കയറണം. 1 2 1 2 1 2 1 2. ഓക്കെ, ഇനി ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് പാട്ടിൻ്റെ കൂടെ കളിച്ചിട്ട് ഇതിൻ്റെ ബാക്കി നോക്കാം. നല്ല ചിങ്ങം പോയി മറഞ്ഞു, കന്നി വന്നു പിറന്നു, വല്ലവിമാരൊത്തുകൂടി നെൽക്കതീരു കൊയ്തു. പച്ച കെട്ടടി കളത്തിലെത്തടി മിടിച്ചു ചെറ്റടി പെണ്ണെ, പറ നിറക്കടി അറ നിറക്കടി പദമ്പു പച്ചടി പെണ്ണെ. വാക്കുറത്തി വാക്കുറത്തി വന്നു ചൂലാമുണ്ട്, മല കേറി പോയിടേണ്ടേ വേഗം. ഇപ്പോൾ ഈ സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ക്യൂ ആയിട്ടാണ് നിൽക്കുക, ഒരാളുടെ പുറകിലായിട്ടാണ് നിൽക്കുക. ഇതാകുമ്പോൾ നേരെ സെൻട്രലും അല്ല വരുന്നത്, ക്യൂ ആയിട്ടും അല്ല വരുന്നത്. ഇങ്ങനെ നിൽക്കുന്ന കാലിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുമ്പോൾ എത്ര ചെരിയോ അത്ര അല്ലേ. നിങ്ങൾക്ക് എൻ്റെ കറക്റ്റ് ബാക്കിലല്ലല്ലോ, ഇങ്ങനെ വരും. 1 2 1 2 1 2. ഇത് നേരെ ഇറങ്ങി, പക്ഷെ കയറിയത് നേരെയല്ല, ഇവിടുന്നല്ലേ കയറുന്നത്, പക്ഷെ ഇറങ്ങുന്നത് നേരെ ആയിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ 2 കൊട്ട് വരും, 2 കൊട്ടല്ല 2 താളം. 1 1 2 1 1 2 1 1 2 1 2. ഇപ്പോൾ പുറകിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ 1 1 2 എടുക്കാൻ നിൽക്കുമ്പോൾ ഇത്തിരി പ്രായം കൂടുന്നവരൊക്കെ ആകുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്, തട്ടിത്തടയാനും ഒക്കെ. അതുകൊണ്ട് മാത്രമല്ല, അന്ന് സ്ലോ ആക്കി പിടിച്ചാലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനും നമുക്ക് നല്ലത്. അപ്പോൾ അതിനും ഇത് അതായത് 1 2 3 അല്ല താളം, 1 2 3 ഇതിന് അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. 1 1 2 അതായത് 1 2 ഒരേ സ്ഥലത്താണ്. 1 1 2 കണ്ടോ, 2 1 ഒരേ സ്ഥലത്താണ്. 1 1 2 1 1 2 1 2. അത്രയും സമയം അവിടെ വേണം. 1 1 2 എടുക്കുന്ന സമയം അവിടെ വേണം, പക്ഷെ 1 2. ഈ സ്റ്റെപ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടില്ല, അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. പാട്ടിൻ്റെ കൂടെ നമ്മൾ കളിച്ചത് ഇത്രയും വരെയാണ്. സെക്കൻഡ് പോർഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിന് നമ്മളിങ്ങനെ കാല് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഒരുപാട് കുറത്തിപ്പാട്ടിലും തെച്ചി മന്ദാരമായാലും അങ്ങനത്തെ കുറേ എണ്ണത്തിൽ കളിച്ചിട്ടുള്ള സ്റ്റെപ്പാണിത്. അപ്പോൾ നീങ്ങും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാലിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇവിടെ ഒന്നും വരരുത്, ഇങ്ങനെ വരരുത്, കണ്ടോ, ഇങ്ങനെ കൊട്ടരുത്. കറക്റ്റ് ഈ കാല് കാണില്ല. ഇപ്പോൾ ക്യാമറയിൽ നമ്മുടെ ലെഫ്റ്റ് കാല് കാണുന്നുണ്ടാവില്ല, അത്രയും കറക്റ്റ് ആയിരിക്കും. അവിടെ 1.5 അടി, എന്നിട്ട് ഇത്രയും കൈ നീട്ടിയിട്ട് ഇവിടുന്ന് കൊട്ടുവരും, നല്ല ഫോഴ്സിൽ കൊട്ടുവരും. 1 2 3 4 കണ്ടോ. 4 ആകുമ്പോഴേക്കും കൊട്ടിൻ്റെ എനർജിയും കുറയും, നമ്മൾ അടുത്തേക്ക് വരും ചെയ്യും കൈ. 1 2 3 4. ഇതാണ് അതിൻ്റെ ഒരു രീതി, താളം. ഇത് നല്ല ഫോഴ്സിലായിരിക്കും, അവിടെ താഴും ചെയ്യും. പക്ഷെ പിന്നെ വരുമ്പോഴേക്കും ഇത്ര എത്തി, എന്നിട്ട് പിന്നെ ഇങ്ങനെ കിട്ടണം, ആ ഒരു ആയം കിട്ടണം. അപ്പോൾ അതിനാദ്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും ഇതിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഒരു 1 2 3 4 ആകുമ്പോഴേക്കും മറ്റേ കുട്ടി നിൽക്കുന്നിടത്ത് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ നീങ്ങി സർക്കിളിലൂടെ ഇങ്ങനെ പോകുന്ന സ്റ്റെപ്പാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെയറായിട്ട് പട്ടണത്തിലേക്ക് തിരിഞ്ഞ് കൊട്ടിയിട്ട് പെയറിന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നവർ ഈ സൈഡിലേക്ക് കാല് വയ്ക്കും, മറ്റവർ മറ്റേ സൈഡിലേക്കും കാല് വയ്ക്കും. അതാണ് സ്റ്റെപ്പ്. അതൊന്ന് കൃത്യമായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. കിട്ടൂലോ അല്ലേ? നിനക്ക് കിട്ടില്ലേ? അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 പെയർ. 1 2 ഒന്നുകൂടെ എടുക്കാം. 2 കുട്ടി കഴിഞ്ഞിട്ടാണ് ഒന്നേ ഉണ്ടാവുള്ളൂ. വീണ്ടും റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. 1 2 3 4. വീണ്ടും 1 2 3 4. 1 2 3 4. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ കാല് നല്ലപോലെ ശ്രദ്ധിക്കണം. രണ്ടാളും
ഇപ്പൊ പേരാണെങ്കിൽ തന്നെ ഈ പേര് കളിക്കുന്നത് രണ്ടാളും രണ്ട് സൈഡിലേക്കായിരിക്കും. ഇതിൽ വല്ല സംശയം ഉണ്ടോ? ലെഫ്റ്റ് സൈഡ് എങ്ങനെയാന്നുള്ളത്? അല്ല, കാല് ഇങ്ങനെ പൂവുമ്പില്ലേ, രണ്ടു പേരും വേറെ വേറെ രീതിയിലല്ലേ വെക്കുന്നത്. അതന്നെ, അതൊന്ന് ക്ലിയർ ആക്കാം. എന്നിട്ട് നീങ്ങിക്ക. അത് എടുക്കപ്പോ ഞാൻ പറഞ്ഞുതരാം. 1 2 3 4 ഇത് നീങ്ങിയത് മനസ്സിലായില്ലേ? രണ്ടാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പ് നമ്മൾ നീക്കി വെക്കും. അപ്പൊ ഒന്ന് നേരെ കൊട്ടിയാൽ ഇത് നീക്കി വെച്ചു, പുറകില് കുത്തിക്കഴിഞ്ഞാൽ വീണ്ടും നീക്കി വെച്ചു. അപ്പൊ 2ഉം 4ഉം കയറ്റി വെച്ചു. ഇനിയുള്ള സ്റ്റെപ്പ് 8 പേരും എത്ര പേരാണോ അത്രയും പേര് വട്ടത്തിലേക്ക് തിരിഞ്ഞു കൊട്ടി കഴിഞ്ഞിട്ട് നീ ഇത് കൃത്യമാവട്ടെ കേട്ടോ. ഒന്നുകൂടെ ഇങ്ങനെ ശരിയണം, ഫേസ് ടു ഫേസ് കിട്ടണം. കൈ ഒന്നുകൂടെ പൊക്കണം. ഓക്കെ, ഈ പൊക്കിയാൽ മാത്രം പോരാ, ഒന്നുകൂടെ ചേർക്കണം. ഒന്ന് ക്യാമറയ്ക്ക് പിടിച്ചൊന്ന് കാണിച്ചു കൊടുക്കും. ഈ ചേർത്തത് കണ്ടോ? ഇത്രയും ചേർന്ന് വരും കൈ, ഇങ്ങനെ വൈഡായിട്ടല്ല, ചേർന്ന് വരണം. ഇനി ഇത് കൂടെ നോക്കിയാൽ മറ്റയാളുടെ മുഖം കാണണം. അപ്പോൾ ഈ ഹൈറ്റ് ഇല്ല, ഇവളുടെ കൈ അവിടെ ഇല്ലെങ്കിൽ, കൈ അവിടെ ഇല്ലെങ്കിൽ കൃത്യം അവിടെ കൊള്ളും, മുഖത്ത് കൊള്ളും. അപ്പോൾ മുഖത്ത് കൊടുക്കാതെ അതിനൊക്കെ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് വേണം അടിക്കാൻ. ഇവിടെ നോക്കട്ടെ. ഇനി ആ കൊട്ടിയൊന്ന് എടുത്തിട്ട് വരൂ. 1 2 3 4 1 2. ഓക്കെ, മറ്റേ സൈഡിലേക്ക് കൊടുക്കാം. അപ്പൊ കാല് ലെഫ്റ്റിലത്തെ പേരാണെങ്കിൽ ബാക്കിലേക്കായിരിക്കും അല്ലേ? ഈ സൈഡിൽ പേരുള്ളവര് സമത്തിൽ നിൽക്കും. മറ്റേ പേരാണെങ്കിൽ ബാക്കിലേക്കായിരിക്കും. അപ്പൊ നമ്മളും നീങ്ങി ഇങ്ങോട്ട് കൊടുക്കുമ്പോ നമ്മളും. അപ്പൊ രണ്ടാൾ ആദ്യം സമത്തിൽ നിന്നവര് പിന്നെ പുറകിലായിരിക്കും, പിന്നെ ഓപ്പോസിറ്റ് പേരിന് കൊടുക്കും, പുറകിൽ വരും. അതെ, ഒന്നുകൂടി. ഓക്കെ, അടുത്ത് നിന്നോളൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 1 2 3 4. വീണ്ടും 1 2 3 4 1 2 3 4. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല വൃത്തിക്ക് കളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കണത്, കളിക്കൂ, ഏതായിരുന്നു? പെയറായിട്ടുള്ളത്. 1 2 3 4 1 2 3 4. ഇതില് നമ്മള് കാലിങ്ങനെ അടുത്ത് കൊട്ടിട്ടാണോ വെക്കേണ്ടത്, അത് അകലെ കൊട്ടിയിട്ട് അടുത്തേക്ക് വെക്കാണോ വേണ്ടത്? ആദ്യം കടന്നു പോണത് മനസ്സിലായോ? കടന്നു പോണത് മനസ്സിലായി. കടന്നു വരുന്നത് തൊട്ടിട്ട് ഏത് സൈഡാന്നും കൂടെ നോക്കാം. 1 2 3 പുറകിൽ കുത്തി 4 അവിടെ തന്നെ നിന്നു. അത്രയും കിട്ടിയില്ലേ? അതായത് 1 2 നേരെ പോയി, 3 പുറകിൽ കുത്തി നിന്നു. ഇത്രയും നിന്നിട്ട് ഇപ്പൊ നമ്മൾ ഈ കാല് പുറകിലായിരിക്കും അല്ലെ? ഇതിനെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വെച്ചു. എന്നിട്ട് റൈറ്റ് സൈഡിലെ കാലെടുത്തിട്ട് അമർത്തി ചവിട്ടി ലെഫ്റ്റ് ചേർത്ത് വെക്കും. വീണ്ടും ലെഫ്റ്റ് എടുത്തിട്ട് റൈറ്റ് ചേർത്ത് വെക്കും. ഫസ്റ്റ് അകലെ ചവിട്ടിയിട്ട് മറ്റേ കാല് ചേർത്ത്. അതെ, കുറച്ചുകൂടി അടുത്തേക്ക് നോളൂ. 3 4 1 2 3 4 1 2 1. വീണ്ടും 1 2 3 4 1 2 1 2. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതെടുത്തു ഒരു തവണ അല്ലേ? ഒരു തവണ നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തിരിയണം. സ്വന്തം പേരിൻ്റെ കൂടെ തിരിഞ്ഞ് 2 തവണ കളിച്ച് നിർത്തുന്നതോടുകൂടി നമ്മുടെ പാട്ട് കഴിയും. ഇതുവരെ നമുക്ക് പാട്ടിൻ്റെ കൂടെ കളിച്ച് നോക്കാം. ആദ്യം മുതൽ കളിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അത് മുതൽ. ഓക്കെ, നല്ല ചിങ്ങം പോയി മറഞ്ഞു, കന്നി വന്നു പിറന്നു, വല്ലഭിമാരൊത്തു കൂടി നിൽക്കതീരു കൊയ്തു. കറ്റ കെട്ടടി കളത്തിലെത്തടി വിധിച്ചു ചെറ്റടി പെണ്ണെ, പറ നിറയ്ക്കടി അറ നിറയ്ക്കടി പദമ്പു പറ്റടി പെണ്ണെ. വാക്കുറത്തി വന്നു ചൂലാമുണ്ട്, വെല്ലൂർ മല കേറി പോയിടേണ്ടേ വേഗം. വൃശ്ചികത്തിൽ ഭക്തിയോടെ ശിക്ഷ തേടി പോകാം, വീട്ടിലെ
പാടി പോകാം പാടി പോകാം പാടി പോകാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.